അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. വസ്സലാത്തു വസ്സലാമു അലാ നബിയ്യിനാ വഹബീബിനാ വഖുറത്ത അഅ്യുനിനാ മുഹമ്മദിൻ അല്ലദീ ബല്ലഗ റിസാല വഅദ്ദൽ അമാന വനസഹൽ ഉമ്മ വകശഫല്ലാഹു ബിഹിൽ ഗുമ്മ വജാഹദ ഫില്ലാഹി ഹഖ്ക ജിഹാദിഹി ഹത്താ അതാഹുൽ യഖീൻ. അമ്മാ ബഅദ്. ഇത്തഖുല്ലാഹ ഇബാദല്ലാഹ്. വേദിയിലും സദസ്സിലുമുള്ള ബഹുമാനപ്പെട്ടവരും പ്രിയപ്പെട്ടവരുമായ പണ്ഡിതന്മാരെ, നേതാക്കളെ, സഹോദരീ സഹോദരന്മാരെ, സഹപ്രവർത്തകരെ, സുഹൃത്തുക്കളെ, കാലം തേടുന്ന ഇസ്ലാഹ് എന്ന പ്രമേയത്തിൽ കേരളത്തിലുടനീളം നമ്മുടെ പ്രസ്ഥാനം ഇതേപോലെയുള്ള ക്യാമ്പയിൻ പരിപാടികൾ ജില്ലാതലത്തിലും മണ്ഡലം തലത്തിലും ശാഖാതലങ്ങളിലുമൊക്കെ തന്നെ നടത്തിക്കൊണ്ടിരിക്കുകയാണ്. പ്രിയമുള്ളവരെ, ഇസ്ലാഹ് എന്നുള്ളത്, ഇസ്ലാഹ്, തബ്ലീഗ്, ദഅവത്ത് എന്നൊക്കെയുള്ള പദങ്ങൾ കേട്ട് പരിചയിച്ചവരും അത് ജീവിതത്തിൽ അനുവർത്തിക്കുന്നവരുമാണ് പ്രസ്ഥാന ബന്ധുക്കളായ നമ്മളെല്ലാവരും. നമ്മുടെ ഈ മഹാപ്രസ്ഥാനത്തിൻ്റെ പേര് തന്നെ ഇസ്ലാഹി പ്രസ്ഥാനമെന്നാണ്. നമ്മളിവിടെ നിർവഹിച്ചു കൊണ്ടിരിക്കുന്നത് ഇസ്ലാഹാണ്. നമ്മളൊക്കെ തന്നെ നവോത്ഥാന പ്രവർത്തകരാണ്. അതുകൊണ്ട് തന്നെ പ്രവാചകന്മാരെല്ലാം നിർവഹിച്ച ഏറ്റവും ശ്രേഷ്ഠവും മഹനീയവും മഹത്തരവുമായ ഒരു കർമ്മമാണ് നമ്മളും നമ്മുടെ പ്രസ്ഥാനവും ഈ നാട്ടിൽ നിർവഹിച്ചു കൊണ്ടിരിക്കുന്നത്. ഓരോ പദത്തിനും അതിൻ്റേതായ പ്രത്യേക ആശയതലങ്ങളുണ്ട് എന്ന പോലെ തന്നെ മൊത്തത്തിൽ നിർവഹിച്ചു കൊണ്ടിരിക്കുന്ന ദൗത്യം ഒന്നാണ് എന്ന് നമുക്ക് കണ്ടെത്താൻ കഴിയും. വിശുദ്ധ ഖുർആനിൻ്റെ ആയത്തുകൾ എടുത്ത് പരിശോധിച്ചാൽ ഒന്നാമത്തേത് തബ്ലീഗാണ്. ജനങ്ങൾക്ക് ഈ ദീനിൻ്റെ സന്ദേശം എത്തിച്ചു കൊടുക്കുക എന്നതാണ് തബ്ലീഗ് എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ആദിമ പ്രവാചകനായ നൂഹ് അലൈഹിസ്സലാത്തു വസ്സലാം തൻ്റെ സമൂഹത്തിൽ വന്ന് നിർവഹിച്ച കാര്യം വിശദീകരിക്കുന്നിടത്ത് സൂറ അഅറാഫിലെ 62-ാമത്തെ സൂക്തത്തിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നുണ്ട്, നൂഹ് അലൈഹിസ്സലാം പ്രഖ്യാപിക്കുന്നതായി, ഉബല്ലിഗുക്കും റിസാലാത്തി റബ്ബി, എൻ്റെ റബ്ബിൻ്റെ സന്ദേശങ്ങൾ ഞാൻ നിങ്ങൾക്ക് എത്തിച്ചു തരികയാണ്. വ അൻസഹു ലക്കും, അത് ചെയ്യുന്നത് മുഖേന ഞാൻ നിങ്ങളോട് എൻ്റെ ദൗത്യം നിർവഹിച്ച് നിങ്ങളോട് ഗുണകാംക്ഷയുള്ളവനായി തീരുകയാണ്. വ അഅലമു മിനല്ലാഹി മാ ലാ തഅലമൂൻ, അള്ളാഹുവിൻ്റെ പ്രവാചകൻ എന്ന നിലക്ക് നിങ്ങൾക്കറിയാത്ത പല കാര്യങ്ങളും എനിക്കറിയാം. അള്ളാഹു വഹി മുഖേന നിങ്ങൾക്കറിയാത്ത പല കാര്യങ്ങളും എനിക്ക് അറിയിച്ചു തരുന്നുണ്ട് എന്നാ ജനങ്ങളോട് പറയുകയാണ്. അതേപോലെ തന്നെ നൂഹ് അലൈഹിസ്സലാം ദഅവത്തും നടത്തുന്നുണ്ട്. അദ്ദേഹം പറയുന്നുണ്ട്, ഖാല റബ്ബി ഇന്നി ദഅവ്തു ഖൗമി ലൈലം വനഹാറ, എൻ്റെ റബ്ബേ, എൻ്റെ ജനങ്ങളെ ഞാൻ രാവും പകലും ഈ ദീനിലേക്ക് ക്ഷണിച്ചു എന്ന്. സന്ദേശം എത്തിച്ചു കൊടുക്കുക മാത്രമല്ല, അവർക്ക് എത്തിച്ചു കൊടുത്തതിന് ശേഷം ഈ ദീനിലേക്ക് ക്ഷണിക്കലാണ് ദഅവത്ത്. എത്തിച്ചു കൊടുക്കൽ തബ്ലീഗാണെങ്കിൽ ഈ ദീനിലേക്ക് അവരെ ക്ഷണിക്കുക എന്നുള്ളതാണ് ശരിക്ക് ദഅവത്ത്. അതേപോലെ തന്നെ അതിനേക്കാൾ വ്യാപകമായ അർത്ഥതലം ഉള്ള ഒന്നാണ് ഇസ്ലാഹ് എന്നുള്ളത്. ഇസ്ലാഹ് എന്നത് ഒരു സമൂഹത്തിൽ, അത് വിശ്വാസി സമൂഹത്തിലും അല്ലാത്ത സമൂഹത്തിലുമൊക്കെ തന്നെ നിരന്തരമായി നിർവഹിക്കപ്പെടേണ്ട മഹനീയമായ ഒരു പ്രബോധന ദൗത്യമാണ്. ശുഐബ് അലൈഹിസ്സലാത്തു വസ്സലാം അദ്ദേഹം നിർവഹിച്ച പ്രബോധന പ്രവർത്തനത്തെ വിശദീകരിക്കുന്നിടത്ത് സൂറ ഹൂദിലെ 88-ാമത്തെ ആയത്തിൽ അള്ളാഹു വിശദീകരിക്കുന്നുണ്ട്. അദ്ദേഹം പറയുന്നതായി, ഇൻ ഉരീദു ഇല്ലൽ ഇസ്ലാഹ മസ്തതഅതു, എനിക്ക്
സാധ്യമാകുന്നത്ര ഇസ്ലാഹ് നിർവഹിക്കാനാണ് ഞാൻ ഉദ്ദേശിക്കുന്നത്. വമാ തൗഫീഖി ഇല്ലാ ബില്ലാ, അതിന് അള്ളാഹുവിൻ്റെ തൗഫീഖല്ലാതെ എനിക്ക് മറ്റൊന്നുമില്ല. അലൈഹി തവക്കൽതു, ഞാൻ അവനിൽ ഭരമേൽപ്പിച്ചിരിക്കുന്നു. വ ഇലൈഹി ഉനീബ്, അവനിലേക്ക് ഞാൻ അനുദപിച്ചു മടങ്ങിയിരിക്കുന്നു എന്നാണ്. അപ്പോൾ ഇസ്ലാഹിനെ പറ്റി പറയുന്നിടത്ത് നോക്കൂ നിങ്ങൾ, 3 കാര്യങ്ങളെ അള്ളാഹു സുബ്ഹാനഹു വ തആല ഇസ്ലാഹിൻ്റെ ചേരുവകളായി ചേർത്ത് വച്ചിരിക്കുന്നത് ഈ ആയത്തിൽ നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. ഒന്ന് തൗഫീഖാണ്. അള്ളാഹുവിൻ്റെ അതിരും എതിരുമില്ലാത്ത അഭൗമികമായ അലൗകികമായ സഹായങ്ങളും അവൻ്റെ പ്രത്യേകമായ ഉദവിയും ഇതിന് നമുക്ക് ലഭിക്കേണ്ടതുണ്ട്. രണ്ടാമത്തേത് തവക്കുൽ, കാര്യങ്ങൾ അള്ളാഹുൽ ഭരമേൽപ്പിച്ചുകൊണ്ടായിരിക്കണം ഈ പ്രബോധന ദൗത്യം നിർവഹിക്കാൻ നമ്മൾ ഒരുങ്ങി പുറപ്പെടേണ്ടത്. നമുക്കറിയാം, ഇസ്ലാഹി പ്രസ്ഥാനവും ഇസ്ലാഹി പ്രസ്ഥാനത്തിലെ മുൻഗാമികളായ പണ്ഡിതന്മാരും ഇപ്പോൾ ഇസ്ലാഹ് നിർവഹിച്ചു കൊണ്ടിരിക്കുന്ന പണ്ഡിതന്മാരുമൊക്കെ തന്നെ ഈ പ്രവർത്തന ഗോതയിൽ ഇറങ്ങിയതിൻ്റെ പേരിൽ തന്നെ ഒരുപാട് പ്രശ്നങ്ങളും പ്രയാസങ്ങളും ബുദ്ധിമുട്ടുകളും അവർ അനുഭവിക്കുന്നുണ്ട് എന്നുള്ളതാണ്. മുൻഗാമികളൊക്കെ അത് അനുഭവിച്ച് തീർത്തിട്ടുമുണ്ട്. അപ്പോൾ ഇതിനെയൊക്കെ ഏറ്റെടുത്തുകൊണ്ട് അള്ളാഹുൽ തവക്കുലാക്കി മുന്നോട്ട് പോകണമെന്നുള്ളതാണ്. മൂന്നാമത്തെ ഒരു കാര്യം അൽ ഇനാബ, അള്ളാഹുവിലേക്ക് പശ്ചാത്തപിച്ച് അനുദപിച്ച് മടങ്ങിക്കൊണ്ട് ഖേദിച്ചു മടങ്ങുന്ന മനസ്സിൻ്റെ ഉടമകളായിക്കൊണ്ടായിരിക്കണം ശരിക്കും ഈ പ്രബോധന ദൗത്യം നിർവഹിക്കേണ്ടത് എന്നാണ് ഇസ്ലാഹിൻ്റെ കാര്യം പറഞ്ഞപ്പോൾ പ്രത്യേകമായി എടുത്തു പറഞ്ഞിട്ടുള്ളത്. സഹോദരങ്ങളെ, പ്രവാചകന്മാരെല്ലാം ഈ ലോകത്ത് ആഗതരായിക്കൊണ്ട് തങ്ങളുടെ പ്രബോധിത സമൂഹത്തിൽ പ്രഥമമായും പ്രധാനമായും പ്രബോധനം ചെയ്ത വിഷയം ഇസ്ലാമിൻ്റെ വിശ്വാസ കാര്യങ്ങളുടെ ആധാരശിലകളാണ്. അത് ആദം നബിൻ്റെ കാലത്തും ഈ അവസാന സമൂഹത്തിലും വിശ്വാസ ആദർശങ്ങൾ അത് ഒന്ന് തന്നെയാണ്. അർക്കാനുൽ ഈമാൻ എന്ന് നമ്മൾ പറയുന്ന ഈമാൻ കാര്യങ്ങൾ അന്നും ഇന്നും ഒന്ന് തന്നെയാണ്. പിന്നീട് അനുഷ്ഠാന കർമ്മങ്ങളാണ്. അനുഷ്ഠാന കർമ്മങ്ങൾ 5 നമ്മൾ മനസ്സിലാക്കുന്നുണ്ട്. അത് ആദിമ സമൂഹത്തിൽ അനുഷ്ഠാന കർമ്മങ്ങളുടെ രീതികളിലും അതേപോലെ തന്നെ അതിൻ്റെ സ്വഭാവങ്ങളിലും വ്യത്യാസമുണ്ടായിട്ടുണ്ടാകാം. അവസാന സമൂഹത്തിന് മുഹമ്മദ് മുസ്തഫ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അത് എങ്ങനെയാണ് നമ്മൾ അനുഷ്ഠിക്കേണ്ടത് എന്ന് കൃത്യമായി നമുക്ക് പഠിപ്പിച്ചു തന്നു. അന്നും പ്രവാചകന്മാർ പ്രബോധനം ചെയ്യുമ്പോൾ സത്യസാക്ഷ്യ നിർവഹണത്തിലൂടെയാണ് അവർ ഈ ദീനിലേക്ക് കടന്നു വന്നത്. ആദം നബി അലൈഹി ഇസ്ലാമിയുടെ കാലത്ത് ഒരാൾ മുസ്ലിം ആവുകയാണെങ്കിൽ അയാൾ പ്രഖ്യാപിക്കുക അഷ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് വഅഷ്ഹദു അന്ന നൂഹൻ റസൂലുള്ളാഹ് എന്നാണ്. നൂഹ് നബി അള്ളാഹിൻ്റെ റസൂലാണ്. മൂസാ നബിയുടെ കാലത്താണെങ്കിലും അഷ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് വഅഷ്ഹദു അന്ന മൂസാ റസൂലുള്ളാഹ്. ഈ ഒരു മാറ്റമല്ലാതെ ഷഹാദത്തിൻ്റെ കാര്യത്തിൽ ഉണ്ടാകുന്നില്ല. എന്നാൽ നോക്കൂ നിങ്ങൾ, പണ്ഡിതന്മാർ വിശകലനം ചെയ്ത മറ്റൊരു കാര്യം കൂടിയുണ്ട്. അതെന്താണെന്നോ, ഈമാൻ കാര്യം 6 ഇസ്ലാം കാര്യം എത്രയാണ്? 5 ഉള്ളൂ. അവിടെ ഒന്ന് കുറവാണ്. അപ്പോൾ ഈ ഇസ്ലാം കാര്യം എങ്ങാനും 6 6 അല്ല കേട്ടോ. ഇനി കണ്ണൂർ അവിടെ ആ ക്യാമ്പയിനിൽ ഇസ്ലാം കാര്യം 6 എന്നാരും പറയും വേണ്ട. പണ്ഡിതന്മാർ ഡിസ്കഷൻ നടത്തിയതാണ്. ഈമാൻ കാര്യം 6 ഇസ്ലാം കാര്യം 5. ഇസ്ലാം കാര്യം എങ്ങാനും 6 6ാമത്തെ കാര്യമായി പരിഗണിക്കേണ്ട വിഷയം എന്താകുമായിരുന്നു എന്ന് പറഞ്ഞാൽ അത്ര പ്രാധാന്യപൂർവ്വം വിശുദ്ധ ഖുർആൻ നമ്മെ പഠിപ്പിച്ചു തന്നിട്ടുള്ള പ്രവാചക തിരുമേനി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മെ ഉത്ബോധിപ്പിച്ചിട്ടുള്ള ഒരു കാര്യം എന്താണ്? അതാകണമല്ലോ 6ാം കാര്യമായി വരികയാണെങ്കിൽ. അതാണ് ഇപ്പം നമ്മളിവിടെ നിർവഹിച്ചു കൊണ്ടിരിക്കുന്നത്. അതാണ് അൽ അംറു ബിൽ മഅറൂഫ് വൻ നഹ്യു അനിൽ മുൻകർ. നന്മ കൽപ്പിക്കുകയും തിന്മ വിരോധിക്കുകയും ചെയ്യുക എന്ന പ്രവർത്തനം. അതുകൊണ്ടാണ് നിങ്ങളിൽ നിന്നൊരു സമൂഹം ഉണ്ടാകേണ്ടതുണ്ട് എന്ന് ഖുർആൻ പറഞ്ഞത്. വൽ തകും മിൻകും ഉമ്മ, നിങ്ങളിൽ നിന്ന് ഒരു ഉമ്മത്ത്, ഒരു സമൂഹം, ഒരു സംവിധാനം, ഒരു സംഘടന ഉണ്ടാകേണ്ടതുണ്ട്. യഅ്മുറൂന ബിൽ മഅറൂഫ്
വയൻഹൗന അനിൽ മുൻകർ, നല്ല കാര്യങ്ങൾ കൽപ്പിക്കുകയും തിന്മ വിരോധിക്കുകയും ചെയ്യുന്ന ഒരു സംഘം. അത് ആദർശകാര്യങ്ങളിൽ നല്ലത് പഠിപ്പിക്കണം, അനുഷ്ഠാനാചാര കർമ്മങ്ങളിൽ നല്ലത് പഠിപ്പിക്കണം. അതിലെന്ത് തിന്മ വരികയാണെങ്കിലും അതിനെയൊക്കെ തടയുകയും എതിർക്കുകയും അതിനെ ജനങ്ങൾക്ക് ബോധവൽക്കരിച്ചു കൊടുക്കുകയും പഠിപ്പിച്ചു കൊടുക്കുകയും ചെയ്യണം. അത് നിരന്തരമായി ലോകാന്ത്യം വരെ ഇവിടെ നിലനിൽക്കേണ്ട മഹനീയമായ ഒരു പ്രവർത്തനമാണ്. പ്രവാചകന്മാരായ എല്ലാ പ്രവാചകന്മാരും ഇവിടെ നിർവഹിച്ച അത്ര മഹത്തരമായ ഒരു കാര്യമാണ് നമ്മൾ നിർവഹിച്ചു കൊണ്ടിരിക്കുന്നത് എന്നുകൂടി ഈ സന്ദർഭത്തിൽ നമ്മൾ മനസ്സിലാക്കുക. ഈ ക്യാമ്പയിൻ്റെ, കണ്ണൂർ ജില്ലയിലെ ഈ ക്യാമ്പയിൻ്റെ ഉദ്ഘാടന കർമ്മം നിർവഹിക്കുക എന്ന ഒരു ദൗത്യം കൂടി ഈ സന്ദർഭത്തിൽ എനിക്ക് ഉണ്ട്. നമ്മൾ ഈ ക്യാമ്പയിൻ, ഇവിടുത്തെ ഈ പരിപാടി ഇന്നത്തെ തുടങ്ങിയത് സൂറത്ത് തോബ തുടങ്ങിയ മാതിരിയാണ്. സൂറത്ത് തോബയിൽ എന്തില്ല? ബിസ്മില്ലല്ലോ. പക്ഷേ ഇതിവിടെ നമ്മൾ നിർവഹിക്കുന്നതാണെങ്കിലോ സൂറത്തുൻ നംലിൽ വന്ന ബിസ്മി പോലെയാണ്. എൻ്റെ നടുക്കൊരു ബിസ്മിയുണ്ട്. ഇന്നഹു മിൻ സുലൈമാന വ ഇന്നഹു ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. ഏതായാലും ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം, അളവറ്റ ദയാപരനും പരമകാരുണികനുമായ അള്ളാഹുവിൻ്റെ നാമത്തിൽ നമ്മുടെ ഈ പരിപാടികൾ തുടങ്ങി വച്ചത്, അത് തുടക്കം കുറിച്ചതായി ഔദ്യോഗികമായി ഞാൻ നിങ്ങളെ അറിയിക്കുകയാണ്. സഹോദരങ്ങളെ, ആദർശ കാര്യങ്ങളൊക്കെ ഇവിടെ വളരെ സവിസ്തരം വിശദീകരിച്ചിട്ടുണ്ട്. എനിക്കതല്ലാത്ത കുറച്ച് കാര്യങ്ങൾ വളരെ പരിമിതമായ സമയത്തിനുള്ളിൽ നിങ്ങളോട് സംസാരിക്കേണ്ടതുണ്ട്. നമ്മൾ ഓരോരുത്തരും ഓരോ വ്യക്തികളാണ്. വ്യക്തിഗതമായി നമുക്ക് നിർവഹിക്കേണ്ട ഒരുപാട് കാര്യങ്ങൾ ഖുർആൻ നമ്മളോട് പറഞ്ഞു തരുന്നുണ്ട്. അതിൽ വളരെ പ്രധാനപ്പെട്ടത് നമ്മളിവിടെ പറഞ്ഞു, വ്യക്തികളായ നമ്മളെല്ലാം കൂടി നമ്മുടെ കുടുംബങ്ങളും അങ്ങനെ സമൂഹവും നമ്മുടെ പ്രസ്ഥാനവും സംഘടനയുമൊക്കെ നിർവഹിക്കേണ്ട ഇസ്ലാഹ്. അതേപോലെ തന്നെ നമ്മൾ നമ്മളിലേക്ക് തിരിഞ്ഞു നോക്കിക്കൊണ്ട് നമ്മളെ ഓരോരുത്തരെയും നന്നാക്കേണ്ട ഒരു ചുമതല കൂടി ഇസ്ലാഹ്, ആ ഇസ്ലാഹ് കൂടി നിർവഹിക്കാൻ വിശുദ്ധ ഖുർആൻ നമ്മെ ഉണർത്തുന്നുണ്ട് എന്നുള്ളതാണ്. ഇസ്ലാഹിൻ്റെ വെളിച്ചം ഓരോ വ്യക്തിയിലും തിളങ്ങി നിൽക്കേണ്ട ഒരു ജ്വാലയാണ് എന്ന് നമ്മൾ മനസ്സിലാക്കുക. നിരന്തരമായി സ്വന്തത്തെ നിഷ്കരുണം ആത്മവിമർശനം നടത്തിക്കൊണ്ട് ഓരോരുത്തരും ഈ ഇസ്ലാഹ് നിർവഹിക്കേണ്ടതുണ്ട്. എന്ന് പറഞ്ഞാൽ നമ്മുടെ തസ്കിയത്തും നമ്മുടെ തെർബിയത്തും നമ്മുടെ ആത്മസംസ്കരണവും നമ്മുടെ ആത്മപരിശീലനവും അത് നേടിയെടുക്കാൻ നമ്മൾ ഓരോരുത്തരും തന്നെ തയ്യാറാകേണ്ടതുണ്ട് എന്നതാണ്. പ്രവാചക തിരുമേനി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നമുക്ക് പഠിപ്പിച്ചു തന്നൊരു പ്രാർത്ഥനയുണ്ട്, നമ്മളൊക്കെ ദിനേന ചൊല്ലുന്നതാണ്. അതിൻ്റെ ആരംഭം ഇങ്ങനെയാണ്: അല്ലാഹുമ്മ അസ്ലിഹ് ലീ ദീനി അല്ലദീ ഹുവ ഇസ്മത്തു അംരീ. ഞാനത് മുഴുവൻ വിശദീകരിക്കുന്നില്ല, അതിന് സമയമില്ല. അതിൻ്റെ ആരംഭം എന്താ നോക്കൂ: അല്ലാഹുമ്മ അസ്ലിഹ് ലീ ദീനി, എൻ്റെ ദീനിനെ എനിക്ക് നീ നന്നാക്കി തരണമേ റബ്ബേ എന്ന. എൻ്റെ ദീനിൽ ഇസ്ലാഹ് ഉണ്ടാക്കി തരണമേ. ഓരോ മുഅ്മിനും മുസ്ലിഹും വ്യക്തിഗതമായി അവൻ പ്രാർത്ഥിക്കേണ്ട പ്രാർത്ഥനയാണിത്. കാരണം എന്താ? എൻ്റെ ദീനാണ് എൻ്റെ ഇസ്മത്ത് എന്നാണ്. എൻ്റെ സർവ്വ സുരക്ഷിതത്വവും കുടികൊള്ളുന്നത് എൻ്റെ ദീനിലാണ് റബ്ബേ. അപ്പം നമ്മുടെ ദീന് നന്നായാൽ നമ്മൾ സുരക്ഷിതരായി. ദീനിന് തകരാറ് സംഭവിച്ചാലോ നമ്മൾ അരക്ഷിതരായി. ഇങ്ങനൊരവസ്ഥ ഒരു മുസ്ലിം വ്യക്തിക്കുണ്ടാകാൻ പാടില്ല, ഒരു മുസ്ലിം കുടുംബത്തിനുണ്ടാകാൻ പാടില്ല. അവരൊക്കെ കൂടിയതാണ് സമൂഹം. അപ്പോൾ നോക്കൂ നിങ്ങൾ, നമ്മുടെ ദീനിനെ നന്നാക്കിക്കൊണ്ടിരിക്കുക എന്നുള്ളത് നമ്മൾ നിരന്തരമായി നിർവഹിച്ചിരിക്കേണ്ട ഒരു കാര്യമായിക്കൊണ്ടാണ് ഖുർആൻ നമ്മെ ഉണർത്തുന്നത്. പ്രവാചകൻ്റെ അധ്യാപനങ്ങൾ അതാണ് നമുക്ക് പഠിപ്പിച്ചു തരുന്നത്. ഇതിൽ വളരെ പ്രധാനപ്പെട്ടത് നമ്മുടെ ദീനിൻ നന്നാക്കുന്ന സന്ദർഭത്തിൽ നോക്കേണ്ടത് ദീനിൻ്റെ അടിത്തറ, അതിൻ്റെ അസ്ഥിവാരം, അതിൻ്റെ ആണിക്കല്ല്, അതിൻ്റെ നാരായ വേര് എന്നൊക്കെ പറയാവുന്ന പഠിപ്പിച്ചു തന്നിട്ടുള്ള, ഇവിടെ വിശകലനം ചെയ്തിട്ടുള്ള ഏകദൈവ വിശ്വാസം, തൗഹീദ് തന്നെയാണ്. നോക്കൂ നിങ്ങൾ, പ്രവാചകന്മാരുടെ പേരിൽ വിശുദ്ധ ഖുർആനിൽ അധ്യായങ്ങളുണ്ട്. അതേപോലെ തന്നെ മഹാന്മാരായ ആളുകളുടെ പേരിലും
വിശുദ്ധ ഖുർആനിൽ അധ്യായങ്ങളുണ്ട്. അതിലൊരു അധ്യായത്തിൻ്റെ പേര് പറഞ്ഞോളൂ. സൂറ ലുഖ്മാൻ അല്ലേ? ലുഖ്മാൻ അലൈഹിസ്സലാം. സൂറ ലുഖ്മാനിൽ ഒരു പിതാവ് തൻ്റെ ലുഖ്മാൻ അലൈഹിസ്സലാം മക്കൾക്ക് നൽകുന്ന ഉപദേശങ്ങളിൽ, സാരോപദേശങ്ങളിൽ ആദ്യമായി പറയുന്നത് തൗഹീദിൻ്റെ കാര്യമാണ്. മോനെ, നീ അള്ളാഹുവിൽ പങ്കു ചേർക്കരുത്. ലാ തുശ്രിക് ബില്ലാ ഇന്ന ശിർക ലദുൽമുൻ അലീം. കാരണം അള്ളാഹുവിൽ പങ്കു ചേർക്കുക എന്നുള്ളത് ഏറ്റവും വലിയ പാതകമാണ് എന്നാണ്. എന്നിട്ട് അള്ളാഹുവിനെ പരിചയപ്പെടുത്തി കൊടുക്കുകയാണ്. യാ ബുനയ്യ ഇന്നഹാ ഇൻ തകു മിസ്ഖാല ഹബ്ബത്തിൻ മിൻ ഖർദൽ ഫതകുൻ ഫീ സഖറത്തിൻ ഔ ഫിസ് സമാവാതി ഔ ഫിൽ അർളി യഅതി ബിഹല്ലാഹ് ഇന്നല്ലാഹ ലതീഫുൻ ഖബീർ. നോക്കൂ നിങ്ങൾ, നമ്മുടെ മക്കൾക്ക് നമ്മൾ പറഞ്ഞു കൊടുക്കേണ്ട വിശ്വാസത്തിൻ്റെ അടിത്തറകളും അതിൻ്റെ സാരാംശങ്ങളുമാണ് ഖുർആൻ ഈ വിശദീകരിച്ചു തരുന്നത്. അള്ളാഹു ലത്തീഫുൻ ഖബീർ. അള്ളാഹു നയജ്ഞനാകുന്നു, അള്ളാഹു സൂക്ഷ്മജ്ഞനാകുന്നു. ഒരു ചെറിയ വസ്തു പോലും, ഒരു ചെറിയ കാര്യം പോലും, ഒരു വസ്തുത പോലും അത് എവിടെയാണെങ്കിലും അറിയുന്നവനും കാണുന്നവനുമാണ് അള്ളാഹു. ആ അള്ളാഹുവിനെയാണ് നിങ്ങൾ വിശ്വസിക്കേണ്ടത് എന്നാണ് ലുഖ്മാൻ അലൈഹിസ്സലാം മക്കൾക്ക് നൽകുന്ന ഉപദേശം. സഹോദരങ്ങളെ, നമ്മളും അങ്ങനെ. എനിക്ക് പറയാനുള്ളത്, ഒരു വലിയ പ്രസ്ഥാനം എന്നുള്ള നിലക്ക് നമ്മൾ നമ്മുടെ ദൗത്യങ്ങൾ ഇങ്ങനെ നിർവഹിച്ചു കൊണ്ടിരിക്കുകയാണ്. ആ സന്ദർഭത്തിൽ നമ്മുടെ കുടുംബം നമ്മുടെ കൂടെയുണ്ടോ എന്ന് നമ്മൾ ഉറപ്പുവരുത്തണം. നമ്മുടെ മക്കൾ നമ്മുടെ കൂടെയുണ്ട് എന്ന് നമ്മൾ ഉറപ്പുവരുത്തണം. നമ്മുടെ കുടുംബത്തെയും നമ്മുടെ മക്കളെയും ഈ മഹത്തായ ദൗത്യം നിർവഹിക്കുന്നതിൽ, അതിൽ കണ്ണിചേരാൻ വേണ്ടി നമ്മൾ അവരെ ചേർത്തു പിടിക്കണമെന്നാണ്. എന്നിട്ട് ഇവിടെ നമുക്ക് നിർവഹിക്കാനുള്ള ഉത്തരവാദിത്തങ്ങൾ നിർവഹിക്കേണ്ടതുണ്ട്. സൂറ അഹ്ഖാഫിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല 40 വയസ്സ് തികഞ്ഞിട്ടുള്ളൊരു വ്യക്തിയുടെ പ്രാർത്ഥന പ്രത്യേകമായി ഉദ്ധരിച്ചു പറയുന്നുണ്ട്. നമ്മളൊക്കെ എല്ലാ ദിവസവും അത് പ്രാർത്ഥിക്കുന്ന പ്രാർത്ഥനയാണ്. സാന്ദർഭികമായി ഞാനത് ഓർക്കുകയാണ്. 40 വയസ്സ് എന്ന് പറഞ്ഞാൽ ഖുർആൻ പ്രത്യേകം എടുത്തു പറഞ്ഞ ഒരു പ്രായമാണ്. നമുക്കറിയാമല്ലോ, ഈ ഉമ്മത്തിലെ ആയുർദൈർഘ്യത്തെക്കുറിച്ച് റസൂലുള്ള സംസാരിച്ചു പോയപ്പോൾ പറഞ്ഞിട്ടുണ്ട്, അഅ്മാർ ഉമ്മത്തി മാ ബൈന സിത്തീന വ സബഈൻ. എൻ്റെ ഉമ്മത്തിലെ സമൂഹത്തിൻ്റെ ആയുർദൈർഘ്യം 60-നും 70-നും ഇടയിലാണ് എന്നാണ്. പരമാവധി പോയാൽ 70. ഇത് പറഞ്ഞ റസൂലുള്ള 63-ൽ തന്നെ യാത്രയായിട്ടുണ്ട്. 63 വയസ്സിലധികമുള്ള ആളുകൾ, പ്രായമുള്ളവർ ഈ സദസ്സിലുണ്ടെങ്കിൽ ഒന്ന് കൈപൊക്കി. അൽഹംദുലില്ലാ ഉണ്ട്. 63 കഴിഞ്ഞാലൊക്കെ എന്തുതന്നെയാണ്, 70 കഴിഞ്ഞാലൊക്കെ പിന്നെ ബോണസാണ്. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യുക? നമ്മൾ നമ്മുടെ കഴിഞ്ഞകാല ജീവിതത്തിലേക്കൊന്ന് തിരിഞ്ഞു നോക്കുമ്പോൾ നമുക്ക് എന്ത് വേണം? ആത്മാഭിമാന ബോധമുണ്ടാകണം. നമുക്കൊരു കോൺഫിഡൻസ് ഉണ്ടാകണം. നമുക്ക് ഒരു മനസ്സിന് ഉറപ്പുണ്ടാകണം. ഇല്ല റബ്ബേ, നീ എനിക്ക് നൽകിയിട്ടുള്ള ഈ ആയുഷ്കാലത്ത് നിന്റെ ദീനിന് വേണ്ടി ഞാൻ എൻ്റെ കഴിവിൻ്റെ പരമാവധി പരിശ്രമിച്ചിട്ടുണ്ട് എന്ന്. അതുപോലെ തന്നെ എൻ്റെ മക്കളെയും ഈ വഴിയിൽ ഞാൻ അണിനിരത്തിയിട്ടുണ്ട് റബ്ബേ. അവർ നിന്നെ അനുസരിക്കുന്നവരാണ്, നിന്റെ കൽപ്പനകൾ ജീവിതത്തിൽ പ്രാവർത്തികമാക്കുന്നതാണ്. എൻ്റെ കുടുംബം ഈ ദീനിൻ്റെ മാർഗത്തിൽ, എൻ്റെ വീടിൻ്റെ അകത്തളങ്ങൾ ഇസ്ലാമികമാക്കി മാറ്റാൻ ഞാൻ പരമാവധി പരിശ്രമിച്ചിട്ടുണ്ട് റബ്ബേ എന്ന ഈ ഒരു ആത്മവിശ്വാസം വിശ്വാസികളെ നമുക്കൊക്കെ വേണം. 40 തികയുക എന്ന് പറഞ്ഞാൽ ഏകദേശം ഒരു പകുതി എത്തി നിൽക്കുകയാണ്. ജീവിതത്തിൻ്റെ ഓരോ പടികളും ഇങ്ങനെ കയറി 40-ൽ ഇങ്ങനെ ആ പ്ലാറ്റ്ഫോമിൽ നിന്നിട്ട് ഒരു തിരിഞ്ഞുനോട്ടമുണ്ടാകും. ആ തിരിഞ്ഞുനോട്ടത്തിൽ അവൻ്റെ കൂടെ തൻ്റെ സഹധർമ്മിണി ഉണ്ടാകും. 40 വയസ്സായ ഒരാൾക്ക് കുട്ടികളുണ്ടാകും. മാത്രമല്ല, വീട്ടിൽ ചിലപ്പോൾ പ്രായാധിക്യത്താൽ അവശരായി തളർന്നു കിടക്കുന്ന മാതാപിതാക്കളുണ്ടാകും. അങ്ങനെയുള്ളൊരു കാലമാണ്. ആ കാലത്തുള്ള പ്രാർത്ഥന പ്രത്യേകം ഖുർആൻ എന്തുകൊണ്ടാണ് എടുത്തു പറയുന്നത്? റബ്ബി ഔസിഇനി അൻ അഷ്കുറ നിഅമതകല്ലതി അൻഅംത അലയ്യ വഅലാ വാലിദൈ. അല്ലാഹുവേ, നീ എനിക്ക് പ്രചോദനം നൽകണമേന്ന. നമ്മളെ പ്രചോദിപ്പിക്കേണ്ടത് അല്ലാഹുവാണ്. നമ്മുടെ ഏറ്റവും വലിയ മോട്ടിവേറ്റർ,
റഹ്മാനായ റബ്ബ് സുബ്ഹാനഹു തആലയാണ്. അവൻ നമുക്കിറക്കി തന്ന വിശുദ്ധ ഖുർആനിന്റെ വചനങ്ങളാണ് നമ്മളെ എല്ലാവരെയും സൽക്കർമ്മങ്ങൾക്ക് വേണ്ടി പ്രേരിപ്പിക്കേണ്ടത്. എന്നിട്ട് നമ്മൾ തേടുകയാണ്, റബ്ബി ഔസിഇനി, എൻ്റെ റബ്ബേ എന്നെ നീ പ്രചോദിപ്പിക്കണമേ. എന്തിനു വേണ്ടിയെന്നോ, അൻ അഷ്കുറ നിഅമതകല്ലതി അൻഅംത അലയ്യ വഅലാ വാലിദയ്യ, എനിക്കും എൻ്റെ മാതാപിതാക്കൾക്കും നീ നിരന്തരമായി ചൊരിഞ്ഞു തന്നിട്ടുള്ള അനുഗ്രഹങ്ങൾക്ക് നന്ദി കാണിക്കാൻ നീ എനിക്ക് പ്രചോദനം നൽകണമേ എന്നാണ്. മാത്രമല്ല വഅൻ അഅമല സ്വാലിഹൻ തർലാഹ്, നീ തൃപ്തിപ്പെടുന്ന അമലുകൾ ചെയ്യാനും എനിക്ക് നീ പ്രചോദനം നൽകണമേ. നമുക്കും നമ്മുടെ കുടുംബത്തിനും നമ്മുടെ മാതാപിതാക്കൾക്കുമൊക്കെ ഒരുമിച്ച് ഈ ഇസ്ലാഹിന്റെ വഴിയിൽ മുന്നേറാൻ കഴിയുക എന്നുള്ളത് ഈ ദുനിയാവിൽ നമുക്ക് കിട്ടുന്ന ഏറ്റവും വലിയ മഹാസൗഭാഗ്യമാണ് സഹോദരങ്ങളെ. അതിൽ ആരും കണ്ണിചേരാതെ പോകരുത്, ചേർത്ത് വെക്കുക. കുടുംബത്തെക്കുറിച്ച് പ്രത്യേകം നമ്മുടെ ഈ ക്യാമ്പയിനിൽ നമ്മൾ ഉണർത്തുന്നുണ്ട്. എൻ്റെ ദുര്യത്തിലും നീ ഇസ്ലാഹ് ഉണ്ടാക്കണമേ റബ്ബേ എന്നാണ് നമ്മൾ പ്രാർത്ഥിക്കുന്നത്. ഈ ഇസ്ലാഹ് എവിടെയൊക്കെ നടക്കണം? നമ്മുടെ മനോമുഖരങ്ങളിൽ നടക്കണം. നിഷ്കരുണം നമ്മളെ തന്നെ വിമർശിച്ചുകൊണ്ട്, നമ്മളിൽ ഉള്ള തെറ്റുകളെ തിരുത്തിക്കൊണ്ട്, നമ്മളെ മാറ്റിക്കൊണ്ട് ഖുർആനിൻ്റെയും സുന്നത്തിൻ്റെയും പ്രമാണങ്ങളുടെയും അടിസ്ഥാനത്തിൽ നമ്മുടെ വിശ്വാസത്തെ, നമ്മുടെ ആദർശത്തെ, നമ്മുടെ സ്വഭാവത്തെ, നമ്മുടെ സംസ്കാരങ്ങളെ, നമ്മുടെ പെരുമാറ്റങ്ങളെ, നമ്മുടെ രീതികളെ, സമ്പ്രദായങ്ങളെ, ശിഷ്ടങ്ങളെ, ശീലങ്ങളെ എല്ലാം നമ്മൾ മാറ്റേണ്ടതുണ്ട് എന്നതാണ്. അതാണ് ശരിക്ക് ഇസ്ലാഹ് എന്ന് കൂടി നമ്മൾ മനസ്സിലാക്കുക. വസ്ലിഹി ലി ഫീ ദുരിയത്തി, എൻ്റെ സന്താനങ്ങളിൽ നന്മ വരുത്തി ആ സന്താനങ്ങളിലും കുടുംബത്തിലും ഇസ്ലാഹ് ഉണ്ടാക്കണമേ റബ്ബേ. ഇന്നീ തുബ്തു ഇലൈക്. നോക്കൂ നിങ്ങൾ, ഇസ്ലാഹ് പറഞ്ഞിടത്ത് തൗബ കടന്നു വരികയാണ്. നേരത്തെ നമ്മൾ 3 കാര്യങ്ങൾ പറഞ്ഞു. ശുഐബ് അലൈഹിസ്സലാത്തു വസ്സലാം, ഞാൻ നിങ്ങൾക്ക് ഇസ്ലാഹിന് വേണ്ടി വന്നവനാണെന്ന് പറഞ്ഞപ്പോൾ വമാ തൗഫീഖി ഇല്ലാ ബില്ലാഹ് അലൈഹി തവക്കൽതു വഇലൈഹി ഉനീബ്. ഇവിടെയും അതാണ്, ഇന്നി തുബ്തു ഇലൈക വ ഇന്നി മിനൽ മുസ്ലിമീൻ. ഞാൻ നിന്നിലേക്ക് പശ്ചാത്തപിച്ച് മടങ്ങിയിരിക്കുന്ന റബ്ബേ, ഞാൻ മുസ്ലിങ്ങളിൽപ്പെട്ടവനാണ് എന്നതാണ്. സഹോദരങ്ങളെ, അതുകൊണ്ട് തന്നെ ഈ കാര്യം പ്രത്യേകമായി നമ്മൾ ശ്രദ്ധിക്കണം. നമ്മുടെ കുടുംബത്തിന് വേണ്ടി, നമ്മുടെ മക്കൾക്ക് വേണ്ടി, നമ്മുടെ കീഴിൽ കഴിഞ്ഞുകൂടുന്ന എല്ലാ ആളുകൾക്കും വേണ്ടി ആരെയൊക്കെ നമ്മൾ സംരക്ഷിക്കണമോ അവർക്കൊക്കെ വേണ്ടി എന്ത് നമ്മൾ ചെലവഴിച്ചാലും അത് നമുക്ക് അല്ലാഹു പ്രതിഫലം നൽകുന്ന ഒരു കാര്യമാണെന്ന് ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മെ പഠിപ്പിച്ചിട്ടുണ്ട്. ഇദാ അൻഫഖർ റജുലു അലാ അഹ്ലിഹി നഫഖ യഹ്തസിബുഹാ, പ്രതിഫലം ആഗ്രഹിച്ചുകൊണ്ട് ഒരു വ്യക്തി തൻ്റെ കുടുംബത്തിന് വേണ്ടി എന്ത് ചെലവഴിച്ചാലും, മക്കൾക്ക് വേണ്ടി നല്ലൊരു വീടുണ്ടാക്കി കൊടുക്കുന്നു, അവർക്ക് നല്ല ജീവിത സൗകര്യങ്ങൾ ഒരുക്കി കൊടുക്കുന്നു, അവരുടെ വിദ്യാഭ്യാസ കാര്യങ്ങളിൽ ചെലവഴിക്കുന്നു, അവിടെ ആഹാരത്തിൻ്റെയും വസ്ത്രത്തിൻ്റെയും ചികിത്സയുടെയും കാര്യത്തിലൊക്കെ നമ്മൾ ചെലവഴിക്കുന്നു. ഇതിനൊക്കെ റബ്ബേ വെറുതെ ആകരുത്, ഇതിന് എനിക്ക് നീ പ്രതിഫലം നൽകണമെന്ന ഇഹ്തിസാബ്, പ്രതിഫലേച്ഛ ആ മനസ്സ് നമുക്കുണ്ടെങ്കിൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നു ഫഹിയ ലഹു സദഖ, അതൊക്കെ അവന് ധർമ്മമായി ഭവിക്കുമെന്നാണ്. എന്നാൽ നോക്കൂ നിങ്ങൾ, ഭൗതികമായ എല്ലാ സൗകര്യങ്ങളും നമ്മുടെ മക്കൾക്ക് ഒരുക്കി കൊടുക്കാൻ നമ്മൾ വേണ്ടുന്നതെല്ലാം ചെയ്യുന്നുണ്ട്. അതേപോലെ തന്നെ ദുനിയാവിൻ്റെ കാര്യത്തിൽ നമ്മുടെ കുടുംബത്തിൻ്റെയും മക്കളുടെയും ഒക്കെ കാര്യം നമ്മൾ ശ്രദ്ധിക്കുന്ന പോലെ അവരുടെ പരലോകത്തിൻ്റെ കാര്യവും അവരുടെ ആഖിറത്തിൻ്റെ കാര്യവും അവരുടെ മരണാനന്തര വിജയത്തിൻ്റെ കാര്യത്തിലും നമ്മൾ ശ്രദ്ധിക്കണമെന്നാണ്. അല്ലെങ്കിലോ നമുക്ക് തീരാ നഷ്ടമായി തീരും. പ്രവാചക തിരുമേനി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നുണ്ട്, കഫാ ബിൽ മർഇ ഇസ്മാ, ഒരു വ്യക്തിക്ക് പാപമായി ഇത് തന്നെ മതി, അൻ യുളയ്യ മൻ യഖൂത്, താൻ തീറ്റിപ്പോറ്റുന്നവർ അവന് പാഴായി പോകുന്ന ഒരവസ്ഥ വരികയാണെങ്കിൽ, നമ്മുടെ ചെലവിൽ നമ്മുടെ കീഴിൽ കഴിയുന്ന ആളുകൾ നമ്മൾ പറഞ്ഞാൽ കേൾക്കാത്തവരാകുന്ന, അള്ളാഹുവിൻ്റെ ദീനിൽ നിന്ന് പുറത്തു പോകുന്ന, അല്ലെങ്കിൽ അള്ളാഹുവിൻ്റെയും റസൂലിൻ്റെയും കൽപ്പനകളെ ജീവിതത്തിൽ പ്രാവർത്തികമാക്കാത്തൊരവസ്ഥയിലേക്ക് നമ്മൾ പോവുകയാണെങ്കിൽ അത് പാപമായി വരും എന്ന് പ്രവാചക തിരുമേനി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിട്ടുണ്ടെങ്കിൽ സഹോദരങ്ങളെ, ഈ കാര്യങ്ങളെല്ലാം നമ്മൾ ഓർക്കണമെന്നാണ് ഈ സന്ദർഭത്തിൽ എനിക്ക് പറയാനുള്ളത്. നമ്മുടെ മക്കളെ, ആ മക്കളെ സക്കരിയ അലൈഹിസ്സലാത്തു വസ്സലാം പ്രാർത്ഥിച്ചിട്ടുണ്ട്, എനിക്ക് ശേഷം. നമ്മുടെ നാട്ടിലൊക്കെ എത്ര സ്ഥാപനങ്ങളാണ് നമ്മൾ നടത്തുന്നത്,
നമുക്ക് ശേഷം ആരാണ് അത് ഏറ്റെടുത്ത് നടത്തുക? നമ്മുടെ മക്കളെ പരിശീലിപ്പിക്കണം. ഈ വഴിയിൽ, ഈ ആദർശത്തിന്റെ വഴിയിൽ അവരെ കൂട്ടിച്ചേർത്ത് പിടിച്ചുകൊണ്ട് കൊണ്ടുവരണം. അങ്ങനെ നമുക്ക് ശേഷം ഇല്ല, ഒരു പിൻതലമുറയുണ്ട് എന്ന ആത്മവിശ്വാസം നമുക്കെല്ലാവർക്കും ഉണ്ടാകണം. വഇന്നീ ഖിഫ്തുൽ മവാലിയ മിൻ വറാഇ വകാനത് ഇംറഅതി ആഖിറ ഫഹബ് ലീ മിൻ ലദുൻക വലിയാ യരിസുനി വയരിസു മിൻ ആലി യഅഖൂബ വജ്അൽഹു റബ്ബി റളിയാ. സക്കരിയ അലൈഹി സ്വലാത്തു വസ്സലാമിന്റെ പ്രാർത്ഥനയുടെ അവസാന ഭാഗത്തിലേക്ക് നിങ്ങൾ ശ്രദ്ധ ക്ഷണിക്കുകയാണ്. റബ്ബേ, ഞാൻ നിർവഹിക്കുന്ന ഈ ഉത്തരവാദിത്വം അത് ഏറ്റെടുത്ത് നടത്താൻ പിൻഗാമിയായി എനിക്കൊരു സന്താനമുണ്ടാകണം. എനിക്ക് സ്വാലിഹായ ഒരു സന്താനത്തെ നൽകണേ എന്ന് പ്രാർത്ഥിക്കുകയാണ്. അള്ളാഹുവിന്റെ മഹത്തായ അനുഗ്രഹത്താൽ സഹോദരങ്ങളെ, സഹോദരികളെ, നമുക്ക് അള്ളാഹു സുബ്ഹാനഹു വ തആല സ്വാലിഹായ സന്താനങ്ങൾ നൽകിയിട്ടുണ്ട്. ആ സന്താനങ്ങൾ ഏത് വിധത്തിലാകണമെന്ന് കൂടി നമുക്ക് നിർബന്ധമുണ്ടാകണം. സക്കരിയ അലൈഹിസ്സലാം പ്രാർത്ഥിച്ച പോലെ വജ്അൽഹു റബ്ബി റളിയാ, എൻ്റെ റബ്ബേ, എൻ്റെ സന്താനത്തെ നീ എല്ലാവർക്കും തൃപ്തിപ്പെട്ടവനാക്കേണമേ. റബ്ബിന് തൃപ്തിപ്പെട്ട, പടച്ചവന് തൃപ്തിപ്പെട്ട, പടപ്പുകൾക്ക് തൃപ്തിപ്പെടുന്ന മക്കളായി നമ്മുടെ മക്കൾ വളരണമെങ്കിൽ ഇസ്ലാഹ് നമ്മിൽ നടക്കേണ്ടതുണ്ട്, നമ്മുടെ കുടുംബത്തിൽ നടക്കേണ്ടതുണ്ട്. അതോടൊപ്പമാണ് സമൂഹത്തിലുള്ള ഇസ്ലാഹ് നടക്കേണ്ടത് എന്നാണ് ഈ സന്ദർഭത്തിൽ സൂചിപ്പിക്കാനുള്ളത്. അതിന് നമ്മളെ ഒരു ആത്മപരിശോധനയ്ക്ക് നമ്മൾ തന്നെ വിധേയരാക്കുക. ഹസ്രത്ത് ഉമർ റളിയല്ലാഹു അൻഹു സാധാരണ പറയുന്ന ഒരു കാര്യമുണ്ട്. ഇത് പറഞ്ഞു പോകാനുള്ളതല്ല. ഉമർ റളിയല്ലാഹു അൻഹു ഇത് പ്രാക്ടിക്കലാക്കുകയായിരുന്നു ചെയ്തിരുന്നത്. ഹാസിബു അൻഫുസഹും ഖബ്ല അൻ തുഹാസബു എന്നാണ്. നിങ്ങൾ കണക്ക് നോക്കണം, നിങ്ങളുടെ കണക്ക് നോക്കണം. പടച്ചവൻ നിങ്ങളുടെ കണക്ക് നോക്കുന്നതിന് മുമ്പ്, പരലോകത്തെത്തി പടച്ചവൻ നമ്മുടെ കണക്കുകൾ നോക്കുന്നതിന് മുമ്പ് നമ്മൾ ഇവിടുന്ന് ദുനിയാവിന്ന് നമ്മുടെയൊക്കെ ഒരു കണക്ക് നോക്കി ഒരു വിചാരണ ചെയ്യുക. വസിനു അൻഫുസകും ഖബ്ല അൻ തുസനു, നിങ്ങളുടെ അമലുകൾ അള്ളാഹു അന്ത്യദിനത്തിൽ തൂക്കി കണക്കാക്കുന്നതിന് മുമ്പ് നമ്മുടെ അമലുകൾ നമ്മളൊന്ന് തൂക്കി നോക്കുക. എൻ്റെ നിസ്കാരം എത്ര വെയിറ്റ് ഉണ്ട്, എൻ്റെ സുജൂദിന് ജീവനുണ്ടോ, എൻ്റെ മറ്റാരാധനാ കർമ്മങ്ങൾ എനിക്ക് തന്നെ തൃപ്തിപ്പെട്ട രീതിയിൽ നിർവഹിക്കാൻ എനിക്ക് കഴിയുന്നുണ്ടോ? ഇതാണ് സഹോദരങ്ങളെ ശരിക്കും ഉമർ റളിയല്ലാഹു അൻഹു നടത്തിയിരുന്നത്. പിന്നെ അദ്ദേഹം അവസാനം പറയുന്നുണ്ട്, വതഹയ്യഊ ലിൽ അർളിൽ അക്ബർ, ഏറ്റവും വലിയൊരു പ്രദർശനത്തിന് വേണ്ടി നിങ്ങൾ നിങ്ങളെ അണിയിച്ചൊരുക്കണം, തയ്യാറാക്കണമെന്നാണ്. ഏതാണ് ആ പ്രദർശനമെന്നോ? എല്ലാ മനുഷ്യരും ഒരുമിച്ച് കൂടുന്ന ഒരു മഹാസമ്മേളനത്തെക്കുറിച്ച് വിശുദ്ധ ഖുർആൻ നമ്മെ ഉണർത്തുന്നുണ്ട്. യൗമഇദിൻ തുഅറദൂൻ, ആ ദിവസം നിങ്ങൾ ഓരോരുത്തരും നിങ്ങളെ പ്രദർശിപ്പിച്ചു കൊണ്ടിരിക്കുമെന്നാണ്. പ്രദർശനം, എക്സിബിഷൻ എന്നുള്ളതിന് അറബിയിൽ മഅറൽ എന്ന് പറയാം. അറള എന്ന് പറഞ്ഞാൽ പ്രദർശിപ്പിച്ചു, കാണിച്ചു കൊടുത്തു. ഞാൻ എന്ന വ്യക്തി ആരാണ് എന്ന് എൻ്റെ റബ്ബിന്റെ മുമ്പിൽ, യൗമ യഖൂമുൻ നാസു ലിറബ്ബിൽ ആലമീൻ, ലോകരക്ഷിതാവായ അള്ളാഹുവിന്റെ മുമ്പിൽ ഞാൻ കയ്യും കെട്ടി നിന്ന് ആരാണ് ഞാൻ, എനിക്കെത്ര തൂക്കമുണ്ട്, എനിക്കെത്ര ക്വാളിറ്റിയുണ്ട്, എനിക്ക് എത്രമാത്രം മനുഷ്യൻ എന്ന നിലയിൽ, ഒരു മുസ്ലിം എന്ന നിലയിൽ എൻ്റെ ജീവിത ദൗത്യം നിർവഹിക്കാൻ കഴിഞ്ഞിട്ടുണ്ട് എന്ന് പരിശോധിക്കപ്പെടുന്ന ദിവസം എന്നാണ് ഖുർആൻ പറഞ്ഞത്. ആ ദിവസം ലാ തഖ്ഫാ മിൻകും ഖാഫിയ, ഒരു കാര്യവും അവിടെ മറച്ചു വെക്കപ്പെടുന്നില്ല, എല്ലാം വെളിക്ക് കൊണ്ടുവരുന്നൊരു ദിവസം കൂടിയാണ്. ആ ദിവസം അള്ളാഹുവിന് തൃപ്തിപ്പെടുന്ന അടിമകളായി, അള്ളാഹുവിൻ്റെ ഇഷ്ടജനങ്ങളായി മാറാൻ നമുക്ക് കഴിയണം. നമ്മളെ മാത്രം പോരാ, നമ്മുടെ കുടുംബത്തെയും. യാ അയ്യുഹല്ലദീന ആമനൂ ഖൂ അൻഫുസകും വഅഹ്ലീകും നാറാ, അല്ലയോ സത്യവിശ്വാസികളെ, നിങ്ങൾ നിങ്ങളെ നരകത്തിൽ നിന്ന് രക്ഷിക്കണം, അതേപോലെ തന്നെ നിങ്ങളുടെ കുടുംബത്തെയും നരകത്തിൽ നിന്ന് രക്ഷിക്കണം. സഹോദരങ്ങളെ, ഞാൻ ചുരുക്കുകയാണ്. അതുകൊണ്ട് ഈ ഇസ്ലാഹി പ്രവർത്തനം അനുസ്യൂതം നമ്മൾ നിർവഹിച്ചു കൊണ്ടിരിക്കുന്ന സന്ദർഭത്തിലൊക്കെ തന്നെ നമ്മൾ നമ്മളിലേക്ക് തിരിഞ്ഞു നോക്കി, നമ്മുടെ കുടുംബത്തിലേക്ക് തിരിഞ്ഞു നോക്കി, അവിടെ തിരുത്തേണ്ടതിനെ തിരുത്തി, മാറ്റേണ്ടതിനെ മാറ്റി, പരിഷ്കരിക്കേണ്ടതിനെ പരിഷ്കരിപ്പിച്ചുകൊണ്ട് മാത്രവുമല്ല, അവിടെ എന്തൊക്കെയാണോ ഈമാനികമായി, വിശ്വാസപരമായി, ആത്മീയമായി ശക്തിയാർജിക്കാൻ അത് പ്രവർത്തനങ്ങളായി, അതേപോലെ തന്നെ പഠനങ്ങളായി ചേർത്ത് വെക്കേണ്ടത്
അതൊക്കെ ചേരുവയായി ചേർത്ത് വെച്ചുകൊണ്ട് മുന്നോട്ട് പോകാൻ നമുക്ക് കഴിയണം. റഹ്മാനായ നാഥൻ അതിന് നമുക്കെല്ലാം തൗഫീക്ക് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. അള്ളാഹുവേ, നിന്റെ സാധുക്കളായ ഈ അടിമകളിൽ ചെറുതും വലുതും രഹസ്യമായും പരസ്യമായും പറ്റിപ്പോയിട്ടുള്ള ധാരാളം തെറ്റുകൾ വന്നുപോയിട്ടുണ്ട്. കരുണാമയനെ, നിന്റെ റഹമത്ത് കൊണ്ട് ഫളല് കൊണ്ട് അതെല്ലാം ഞങ്ങൾക്ക് നീ പുറത്തു മാപ്പാക്കി തരണമേ. ഞങ്ങളിൽ നിന്ന് മരണപ്പെട്ടു പോയ എല്ലാവർക്കും മഗ്ഫിറത്തും മർഹമത്തും നൽകി നീ അനുഗ്രഹിക്കണമേ. ഞങ്ങൾക്കിടയിലെ രോഗികൾ, രോഗത്തിൻ്റെ വേദനകളും ചരണങ്ങളും പ്രയാസങ്ങളും അനുഭവിക്കുന്നവർ, നിങ്ങളുടെ പ്രാർത്ഥനയിൽ ഞങ്ങളെ കൂടി ചേർത്ത് വയ്ക്കണമേ എന്ന് വസിയത്ത് ചെയ്തവർ നമ്മുടെ പണ്ഡിതന്മാരിലുണ്ട്, നമ്മുടെ പ്രഭാഷകരിലും പ്രബോധകരിലുമുണ്ട്, നമ്മുടെ സാധാരണക്കാരായ പ്രവർത്തകരിലുണ്ട്. റബ്ബേ, എല്ലാ രോഗികൾക്കും നീ പരിപൂർണ ശിഫയും ശമനവും സൗഖ്യവും നൽകി അനുഗ്രഹിക്കണമേ. ഞങ്ങളുടെ ഇണകളിലൂടെ മക്കളിലൂടെ ഞങ്ങൾക്ക് നീ കൺകുളിർമ നൽകണമേ തമ്പുരാനെ. റബ്ബന ആതിനാ ഫിദ്ദുനിയ ഹസന വഫിൽ ആഖിറതി ഹസനതൻ വഖിനാ അദാബന്നാർ. ربنا تقبل منا إنك أنت السميع العليم وتب علينا إنك أنت التواب الرحيم وصلى الله تعالى على خير خلقه محمد وعلى آله وصحبه أجمعين. سبحان ربك رب العزة عما يصفون وسلام على المرسلين والحمد لله رب العالمين.